നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാതൃസങ്കല്പത്തെക്കുറിച്ചും അതുപോലെ തന്നെ നാലാം ഭാവവും ജാതകനും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ജാതകം നോക്കി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അസ്ട്രോളജി കൺസൾട്ടേഷനൊക്കെ എടുക്കുന്ന സമയത്തേ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളൊക്കെ വന്നിട്ട് അവർ മുന്നോട്ട് ജീവിക്കുമ്പം എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും എന്നെ നോക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നെങ്കിലും എനിക്കൊരു സന്തോഷം ലഭിക്കുമോ, എൻ്റെ ജീവിതവും ഇങ്ങനെയായിപ്പോയി, എൻ്റെ കഷ്ടപ്പാട് എന്തെങ്കിലും ഒരിക്കലും അവർ മനസ്സിലാക്കുമോ എന്നൊക്കെ പല അമ്മമാരും ചോദിക്കാറുണ്ട്. അപ്പം മാതൃസങ്കല്പം എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനത് പറയാൻ ഇന്നത് എടുക്കാൻ കാരണം, നമ്മളിപ്പോൾ ഇരിക്കുന്നത് വയനാട്ടിലൊരു ട്രൈബൽ ഏരിയയാണ്. ഇത് അവർ ട്രൈബൽസ് യൂസ് ചെയ്യുന്ന, ഇവിടെ മീൻ പിടിക്കാനും അതുപോലെ തന്നെ വന്യജീവികൾ വരുമ്പോൾ അതുങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കുന്ന അമ്പും വില്ലും ഒക്കെയാണ്. അപ്പം അവരുടെ ഒരു ട്രൈബൽ ഏരിയയിൽ ഞാൻ പോയി, കുറച്ച് ദിവസമായിട്ട് അവിടെയാണ്. അപ്പം തൊട്ടടുത്തടുത്തടുത്തടുത്താണ് വീടുകൾ, അടുത്തടുത്തടുത്തടുത്ത് ഓരോ വീട്ടിലും നിറച്ച ആൾക്കാരുണ്ട്. എന്ത് സ്നേഹമാണെന്നറിയോ എല്ലാവരും തമ്മിൽ. നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന പോലെ അവർ ഈ കാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ എന്ത് സ്നേഹവും അടുപ്പവും സന്തോഷവും ഒക്കെയാണെന്നറിയോ അവർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളില്ല, വഴക്കുകളില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവരുടെ ആകെയുള്ളൊരു സങ്കടം എന്ന് പറയുന്നത്, ഒന്ന് സ്ഥലം കയ്യേറി അവരെ ഉപദ്രവിക്കുന്നത്, രണ്ടെന്ന് പറയുന്നത് അവരെ ഉപദ്രവിക്കുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കള്ളു കുടിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വന്നിരുന്നിട്ട് കുപ്പിയൊക്കെ തല്ലി പൊട്ടിച്ചിടുക, പ്ലാസ്റ്റിക് അല്ല ഇവിടെ കൊണ്ടിടുക. എന്നിട്ട് അവർ പറയും, ഇത് ഇപ്പോൾ ഈ ചുറ്റുപാടുള്ള മരത്തിനകത്തൊക്കെ പ്ലാസ്റ്റിക് ധാരാളം ഇരിപ്പുണ്ട്. വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമായത്. വെള്ളമുള്ള സമയത്ത് ഇവിടെ വെള്ളം കര കവിഞ്ഞൊഴുകുന്നൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അഴുക്കെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്ന് ഇടും. അപ്പോൾ അവർ പറയും, പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ചേർന്ന് പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാവരും വരുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളെല്ലാം വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ പൂർവികരായിട്ട് അവരിതിനെ സന്തോഷിച്ച് മദർ നേച്ചറിനെ ഒരു അമ്മയെപ്പോലെ കണ്ട് സംരക്ഷിച്ചാണ് കൊണ്ടുവന്നത്. നാലാം ഭാവത്തിന് പരദേവതയും പൂർവ്വ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബന്ധമുള്ളത് തന്നെ ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു കിണറുണ്ട്. ഒരു 3.5 അടി താഴ്ചയും 3.5 അടി വീതിയുമേ ഉള്ളൂ. 3.5 അടി താഴ്ച എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ വീതിയും ഇത്രയേ ഉള്ളൂ, ഒരു 3.5 അടി വീതിയേ ഉള്ളൂ. അപ്പോൾ അവിടെ 150ഓളം കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത് ആ കിണറ്റിൽ നിന്നുമാണ് കാലങ്ങളായിട്ട്. ആ കിണർ വളരെ വൃത്തിയായിട്ട് മണ്ണൊക്കെ തേച്ച് അതിൻ്റെ സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കിണറിൻ്റെ ചുറ്റുപാട് വന്ന് വൃത്തിയാക്കും. വേറെ പാത്രങ്ങളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ വേറെ തൊട്ടിയൊന്നും ഇടാൻ അവർ സമ്മതിക്കത്തില്ല. വെള്ളം അഴുക്കായി പോകും. അത് നമുക്ക് മനസ്സിലാവും. അത് മുളയുടെ പാത്രം വെച്ചേ കോരിയെടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കള്ള് കുടിച്ചിട്ടോ അല്ലെങ്കിൽ കുളിക്കാതെയോ ഒന്നും ആ കിണറയിൽ അവർ തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പം സർവ്വദേവതാവാസമുള്ളതാണ് ജലം എന്നുള്ളത് കൊണ്ട് തന്നെ ജലത്തെ അത്രയും പുണ്യമായിട്ടാണ് കാണുന്നത്. പ്രകൃതി അത്ര പുണ്യമായിട്ടും ഈശ്വരനെ പോലെയുമാണ് കാണുന്നത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അതിൽ നിന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അവർ അതിൽ നിന്ന് മുള കൊണ്ട് കോരുന്ന അത് വെച്ച് കോരി നമുക്ക് തരും. നിങ്ങൾ കുടിച്ചു നോക്കണം. മിനറൽ വാട്ടറൊക്കെ തോറ്റുമോ? മിനറൽ വാട്ടറൊക്കെ എന്താണ്, ജീവനില്ലാത്തൊരു സാധനമാണ് നമുക്ക് കുപ്പി കിട്ടുന്ന സാധനം എന്ന് പറയുന്നത്. എന്ത് ജീവനാണെന്നറിയോ? വെള്ളം പളുങ്ക് പോലെ ഇരിക്കും. ജീവനുള്ള വെള്ളം എന്നൊക്കെ നമ്മൾ പറയില്ല. കുടിച്ചൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റേബിളാവും. ഇതൊക്കെ കുടിച്ചും പ്രകൃതിയോട് ഇങ്ങനെ ഇണങ്ങി ജീവിക്കുമ്പം എന്നുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെ വലിയ വലിയ രോഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ പുത്തൻ ജനറേഷൻ കുറേ ആൾക്കാർ മദ്യത്തിനൊക്കെ അഡിക്റ്റാണ്. മദ്യം പുറത്ത് പോയി ജോലി ചെയ്തിട്ട് കാശിന് കള്ളു കുടിക്കുന്ന ഒരു ഏർപ്പാട് കുറച്ച് ആൾക്കാരുടെ ഇടയിലുണ്ട്. അത് ഒഴിച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ 95% ട്രൈബൽസാണ്. എന്തോ നല്ല മനുഷ്യരാണെന്നറിയോ, വളരെ സ്വാത്വികരായ മനുഷ്യർ. നമ്മളെവിടെ പോയാലും കാട്ടിലൊക്കെ പോകണമെങ്കിൽ നമ്മുടെ കൂടെ വരും. ആന ഉണ്ടായാലും പുലി ഉണ്ടായാലും എന്തുണ്ടായാലും നമുക്ക് നോക്കാം. ഇവരുടെ ഇടയിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ, പല പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരുടെ ആരാധനാ രീതികളൊക്കെ നമുക്ക് വളരെ തോന്നുന്നതാണ്. അപ്പോൾ ഈ ശുദ്ധവും വൃത്തിയും
അയിത്തം എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിലാണ്, വലിയവരുടെ ഇടയിലാണെന്നൊക്കെ പറയുന്നതിനേക്കാട്ടിലും ഉപരിയായിട്ട് ഇവർ വെള്ളവും കാര്യങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നത്, വളരെ ശുദ്ധവും വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നത് ഇതിനകത്ത് കാണണം നിങ്ങൾ. അതുപോലെ തന്നെ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ സാധാരണക്കാരാണ്, പക്ഷെ പച്ചയായ മനുഷ്യരാണ്, കളങ്കവും കള്ളമൊന്നുമില്ല. അവരാരെയും കാണിക്കാൻ വേണ്ടിയും ബോധിപ്പിക്കാൻ വേണ്ടിയും ഒന്നുമല്ല ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, കാണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും ബോധിപ്പിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും സുഖമായിട്ടങ്ങ് ജീവിച്ചു പോകണമെന്നുള്ളതുകൊണ്ടും പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നതുകൊണ്ടും അസുഖങ്ങളും കുറവാണ്. പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങളുമൊക്കെ ചെയ്ത് ആണ് നമ്മൾ ടൗണിലൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ സിറ്റി ഏരിയകളിലൊക്കെ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുക ഈ ട്രൈബൽസൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പം പ്രകൃതിയോട് ഇതിൻ്റെ ഒരു താളമുണ്ട്. ഈ താളം കളയാതെ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഈശ്വരൻ്റെ മാതൃസങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാവാം എന്നുള്ളത് 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് പറയണമെന്ന് തോന്നി. ഒരു നല്ല രസം. സാധാരണ അസ്ട്രോളജി ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻസ് ഒന്നും പറയാറില്ല, പക്ഷേ എനിക്ക് പറയാൻ തോന്നി. കാരണം അത്രയും മനസ്സിന് സന്തോഷം വരും. നമ്മളെ വായിച്ചും അതുപോലെ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇവരങ്ങ് ഭയങ്കര അധകൃതരാണ്, ഇവരൊന്നും ഒരു കൾച്ചർ ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ വലിയ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ ട്രൈബൽസിനെ കുറിച്ചൊക്കെ നമ്മുടെ പുസ്തകങ്ങളിലാണെങ്കിലും ഒക്കെ താഴേക്കിടയിലുള്ള ആൾക്കാരായിട്ടാണ് ന്യൂസുകളും എല്ലാവരും അതിൽ നമ്മളോട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. ഇവർക്ക് എത്ര കൊടുത്തിട്ട് ഇവർ ഈ കാട് വിട്ടു പോവില്ല. ഇവരുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നല്ല നിലവാരത്തിലുള്ളവരുണ്ട്, നല്ല തലത്തിലുള്ളവരുണ്ട്. പക്ഷെ ജോലി കിട്ടിയാലും ഇവർ കാടോ കാടിൻ്റെ പരിസരമോ വിട്ടു പോവില്ല. കാടിൻ്റെയും അതിലൂടെ ഒഴുകുന്ന പുഴകളുടെയും ഇവിടുത്തെ വന്യജീവികളുടെയും ഒന്നും ഒരു താളമില്ലാതെ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പം നമുക്ക് 4-ാം ഭാവത്തിൽ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. 4-ാം ഭാവമാണ് മദർ ചൈൽഡ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്. ഒരു ഡൈനാമിക്സ് വിത്ത് മദർ ആൻഡ് കിഡ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഡൈനാമിക്സിനോടൊപ്പം ഇൻക്ലൂഡിങ് ആ ഇമോഷണൽ കണക്ഷന്, നർച്ചറിങ് പാറ്റേൺസ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും എല്ലാം 4-ാം ഭാവമാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ ചെറുപ്പകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം അമ്മയുമായിട്ടായിരിക്കും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം എൻ്റെ ഈ തിരക്കുകളുടെ ഇടയിലും യാത്രകളുടെ ഇടയിലും എൻ്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ വളരുന്നത് അവൻ്റെ അമ്മയോട്, എൻ്റെ വൈഫിനോടൊപ്പമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനില്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അമ്മയുമായിട്ടാണ് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ അമ്മയുമായിട്ടാണ് ഇരുന്നിട്ടുള്ളതും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതും ഒക്കെ അമ്മയായിരിക്കും. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും നമ്മുടെ കമ്പാരിസൺ, നമ്മുടെ ടേസ്റ്റിൻ്റെ ഒരു രീതി, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു രീതി പോലും അമ്മയുടെ ഭക്ഷണവുമായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും +2 ഒക്കെ കഴിഞ്ഞ് കോളേജിൽ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ആദ്യമായിട്ടൊക്കെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ന് ലീവ് കിട്ടിയാൽ ഒരു 2-3 ദിവസം വീട്ടിൽ വന്നൊന്ന് കുളിച്ച് അമ്മയുടെ ഭക്ഷണം കൂടെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു പകുതി പ്രശ്നങ്ങൾ മാറും. പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും ആ കാര്യം. അപ്പം നമ്മുടെ ആ ഒരു ഏർലി ലൈഫ് എഫക്റ്റ്, നമ്മുടെ ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യക്തിത്വം ഇപ്പം കൂടുതൽ സമയം അമ്മയുമായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിൽ അമ്മയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന രീതിയാണെങ്കിലും ഞാൻ ഒരു വിഷയത്തെ കാണുന്നതാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് വന്നിട്ടുണ്ട് അച്ഛനെക്കാളും. അപ്പോൾ കൂടുതലും അമ്മമാരുമായിട്ടായിരിക്കും എല്ലാ കുട്ടികൾക്കും ഉള്ളത്. എന്നാൽ അമ്മയുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം ഫാമിലി ട്രഡീഷൻസ്, ഫാമിലി അറ്റ്മോസ്ഫിയർ, അപ്പം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിലും അമ്മയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്യും. 4th ഹൗസാണ് നമ്മുടെ ഒരു ഇമോഷണൽ ഫൗണ്ടേഷനെ, ഒരു ലൈഫിൻ്റെ ഒരു ഇമോഷണൽ ഫൗണ്ടേഷനെ സെറ്റ് ചെയ്യുന്നത്. അവിടെ അമ്മയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. അമ്മുമ്മ, അതേപോലെ തന്നെ അമ്മയുടെ കുടുംബം, നമ്മുടെ പരദേവത, നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ വീടിൻ്റെ രീതികൾ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അമ്മയുടെ നമ്മളോടുള്ള കാഴ്ചപ്പാടുകൾ, അമ്മയുടെ ക്യാരക്ടർ, അമ്മയുടെ സ്വഭാവം, ഇതെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ സ്വഭാവത്തെയും നല്ലൊരു പരിധിവരെ സ്വാധീനിക്കും. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഫൗണ്ടേഷൻസ് നമുക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇമോഷണൽ സെക്യൂരിറ്റീസ്, നമ്മുടെ കംഫോർട്ട് ഇത്യാദി കാര്യങ്ങളെല്ലാം
നമ്മളും അമ്മയും തമ്മിലുള്ള ബന്ധവുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കും. അപ്പം 4-ാം ഭാവത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ജ്യോതിഷവും കൂടെ സൈക്കോളജിയിൽ ഈ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, നാർസിസ്റ്റിക് മദേഴ്സിനെ കുറിച്ചും നാർസിസ്റ്റിക് ഇൻലോസിനെ കുറിച്ചുമൊക്കെ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് മദർ ഇൻലോയെ കുറിച്ചുമൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ അതിനോടൊപ്പം അസ്ട്രോളജി പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 4th ഹൗസിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ അസ്ട്രോളജി പഠിക്കുന്നവർ ഈ നാർസിസ്റ്റിക് മദേഴ്സിനെ കുറിച്ചും നാർസിസ്റ്റിക് ഇൻലോസിനെ കുറിച്ചും അവർ കാണിക്കുന്ന ട്രെയ്റ്റ്സും ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് വെച്ചൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് നമ്മുടെ റൂട്ട്സും ഹെറിറ്റേജും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ അമ്മയും നമ്മളും തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മയും അവരുടെ ഫാമിലിയും തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ്, അവരുടെ ഒരു അടുപ്പം എങ്ങനെയാണെന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മൾക്ക് ബന്ധുക്കളോടുള്ളൊരു അപ്രോച്ച് വരുന്നത്. കുട്ടിക്കാലത്തിൽ അവരനുഭവിച്ചിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മളെ അവർ നമ്മുടെ സ്വഭാവത്തെ വാർത്തെടുക്കുന്ന സമയത്ത് അവർ പലരിൽ നിന്നോ അകറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ബന്ധുക്കളോടൊന്നും ഒരു താല്പര്യം കാണത്തില്ല ഒരു പ്രായം കഴിയുമ്പം. കാരണം നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, നമ്മളെ വളർച്ചയിൽ ആരും കണ്ടിട്ടില്ല എന്നൊക്കെയാണ്. ഈ ഒരു വിഷയം ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം ഇവിടെ വന്ന് കണ്ടപ്പോൾ തൊട്ട് അടുത്തടുത്തടുത്തടുത്തടുത്ത് വീടുകളാണ്, ഓരോ കോളനി പോലെയാണ്. ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്തടുത്താണ്. അപ്പം എല്ലാവരുമായിട്ട് നല്ല സ്നേഹവും അടുപ്പവും ഒക്കെയാണ്. ഈ യുദ്ധമൊന്നും തമ്മി മതിൽ കെട്ടേണ്ട അവസ്ഥയോ അതിരിന് വേണ്ടിയിട്ടുള്ള യുദ്ധമോ ഒന്നും ഇവിടെ ഇല്ല. ഒരേ പറമ്പിൽ കുടുംബക്കാർ താമസിക്കുമ്പോഴുള്ള അതിരിന് വേണ്ടിയിട്ടുള്ള അതൊന്നും ഇല്ല. അപ്പം അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസും അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഒക്കെ നമ്മളെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് ഒന്ന് പോകുന്നതിനെക്കുറിച്ചും ബന്ധുക്കളുടെ അടുത്ത് നിൽക്കുന്നതിനും ഒക്കെയുള്ള, ബന്ധുക്കളോടുള്ള നമ്മുടെ അപ്രോച്ചിനും നമ്മുടെ രീതികൾക്കും ഒക്കെയുള്ള ഒരുപാട് സ്വാധീനം അമ്മയുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാവും. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളമ്മ പറഞ്ഞിരുന്നതും അല്ലെങ്കിൽ നമ്മൾ അമ്മയുമായിട്ടുള്ള അടുപ്പത്തിനനുസരിച്ച് അമ്മ പറഞ്ഞു തരുന്ന ചില കാഴ്ചപ്പാടുകളിലൂടെയല്ലേ വളരെ ചെറുപ്പകാലത്ത് നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും ചുറ്റുപാടുകളെയൊക്കെ കണ്ടിരുന്നത്. ഒന്ന് നോക്കൂ, അമ്മൂമ്മ നമ്മുടെ ചുറ്റുപാട് നിന്ന ആൾക്കാർ, നമ്മളോട് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കിയ ആൾക്കാർ, നമ്മളെ കെയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കെയർ ഗീവേഴ്സ് എല്ലാം 4th ഹൗസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസും രീതിക്കും അനുസരിച്ചല്ലേ നമ്മുടെ രാഷ്ട്രീയം വളർന്നിട്ടുള്ളത്, നമ്മുടെ മതരീതികൾ വളർന്നിട്ടുള്ളത്, നമ്മുടെ സ്വഭാവ രീതികൾ വളർന്നിട്ടുള്ളത്, നമ്മുടെ സൊസൈറ്റിയോടുള്ള അപ്രോച്ച് വളർന്നിട്ടുള്ളത്, നമ്മളുടെ ട്രഡീഷണൽ രീതികൾ വളർന്നിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കൂ. അപ്പം അവിടെ എല്ലാം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും അല്ലാതെയും വരുന്നതൊക്കെ നമ്മുടെ അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ. എൻ്റെയാണ് നിങ്ങളുടെ ആണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇവിടെ ഈ 4-ാം ഭാവം നല്ല ബലവാനാവുകയും ലഗ്നാധിപനുമായിട്ട് നല്ല അടുപ്പം വരികയും ചെയ്തു കഴിഞ്ഞാൽ, ലഗ്നാധിപനും 4-ാം ഭാവാധിപനും തമ്മിൽ ശത്രു ആയിട്ട് വരാതെയും പരസ്പരം അടുത്തടുത്ത് നിൽക്കുകയും അമ്മയുടെ കാരകനായിട്ടുള്ള ചന്ദ്രന് നല്ല ബലം വരികയും 4 ചൊവ്വയൊന്നും നിൽക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ നീഡ്സ് അമ്മയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അമ്മയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ടാകും. ഇവരുടെ ഒരു നർച്ചറിങ് പാറ്റേൺ, ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേണൊക്കെ ഇവർക്ക് ലൈഫിലുണ്ടാവും. അമ്മയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ 4-ാം ഭാവത്തിന് ബലം വരികയും 4-ാം ഭാവത്തിൽ വ്യാഴമൊക്കെ നിൽക്കുകയും അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ശുഭദൃഷ്ടിയൊക്കെ വരികയും ഭാവമധ്യസ്ഥിതിയൊന്നും വരാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയെക്കൊണ്ടൊക്കെ ഫീലിംഗ് ഓഫ് ലവ്, കെയർ, സെക്യൂരിറ്റി അമ്മയുണ്ടാവും എന്നുള്ളൊരു ഉറപ്പ്. നമുക്കൊരു പേടി വന്നാൽ ആദ്യം വിളിക്കുന്ന അമ്മ. ഇപ്പം അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയാൻ നമുക്ക് മടിയുണ്ടെങ്കിലും അമ്മ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികൾ ഒക്കെ ഉണ്ടാവും. അമ്മ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും. അതുപോലെ തന്നെ 4-ാം ഭാവമാണ് ഈ കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അമ്മയുമായിട്ടുള്ളത്. 4-ാം ഭാവത്തിൽ കുജൻ കേതു യോഗം വരിക, 4-ാം ഭാവത്തിൽ രാഹു വരിക, 4-ാം ഭാവത്തിൽ കേതു വരിക, 4-ാം ഭാവത്തിൽ ഗുളികൻ വരിക, അവിടെ ശനിയുടെ ബന്ധം വരിക, ഗുളികനും ശനിയും കൂടെ 4 നിൽക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ ചന്ദ്രന് പക്ഷബലമില്ലാതെ പോവുക എന്നൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും അമ്മയോടൊരു അടുപ്പം കുറയും. അമ്മയുമായിട്ട് മാനസികമായിട്ട് ഒരിക്കലും ചേരത്തില്ല. നമ്മൾ തമാശയ്ക്ക് അങ്ങനെയുള്ള ജാതകമുള്ളവർ മിക്കപ്പോഴും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചിലപ്പോൾ പറയും. അപ്പം ഈ 4-ാം ഭാവത്തിൻ്റെ ബലം വെച്ചിട്ട്
ഇമോഷണലി നിങ്ങളുടെ അമ്മ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് 4-ാം ഭാവം ഒരു കംഫോർട്ടല്ല. അപ്പോൾ എത്രത്തോളം കംഫോർട്ടും ഇമോഷണൽ കണക്ഷൻസും വീടുമായിട്ടും അമ്മയുമായിട്ടും ഉണ്ടെന്നുള്ളത് 4-ാം ഭാവത്തിൻ്റെ ഗ്രഹസ്ഥിതി കൊണ്ട് മനസ്സിലാക്കാം. ടെൻഷനും കോൺഫ്ലിക്റ്റും ഒക്കെ 4-ാം ഭാവമാണ്. ടെൻഷനും കോൺഫ്ലിക്റ്റും ഒക്കെ 4-ാം ഭാവം ആയതുകൊണ്ട് തന്നെ ഈ അമ്മ മക്കൾ റിലേഷൻഷിപ്പിൽ, അമ്മ മകൾ അല്ലെ അമ്മ മകൻ തമ്മിലുള്ള റിലേഷൻസിൽ, അല്ല മദർ ചൈൽഡ് റിലേഷനിൽ എങ്ങനെയൊക്കെ ട്രോമകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാവാം, അതിനെ എങ്ങനെയൊക്കെ ഹീല് ചെയ്യാം, ആ ഹീല് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഗ്രഹസ്ഥിതി കൊണ്ട് മനസ്സിലാക്കാം. പൊതുവെ 4-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, 4-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ, 4-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെ നിപ്പ്, പാപദൃഷ്ടി, അതേപോലെ പാപമധ്യസ്ഥിതി, 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുക, ശുക്രന് പാപമധ്യസ്ഥിതി വരിക ഒക്കെ വന്നു കഴിഞ്ഞാൽ ശനിയുടെ ദൃഷ്ടി വരിക, രാഹുവിൻ്റെ ദൃഷ്ടി വരിക, രാഹു നിൽക്കുക 4-ൽ, കേതു നിൽക്കുക, കുജനും കേതുവും നിൽക്കുക, അംശകത്തിലും അതുപോലെ തന്നെ വർഗോത്താംശമായിട്ട് കേതു വരിക എന്നൊക്കെ പറയുമ്പം കേതു 4-ൽ നിൽക്കുന്നതിന് പാസ്റ്റ് ലൈഫ് ഡെഫ്റ്റ് ആണത്. അത് 4-ലെ കേതുവിനെ കുറിച്ച് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം പൊതുവേ അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് പോകാൻ, അതിന് സുഹൃതം കിട്ടണമെങ്കിൽ 4-ാം ഭാവവും 4-ാം ഭാവാധിപനും ചന്ദ്രനും ജാതകത്തിൽ ബലം വേണം. ഇതൊരു സത്യമായ കാര്യമാണ്. അപ്പം ചന്ദ്രന് പൊതുവേ ബലമുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് സപ്പോർട്ടൊക്കെ കിട്ടും. 4-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ അമ്മയായിട്ടൊരു അകൽച്ച വരും, എപ്പോഴെങ്കിലും ജീവിതത്തിലൊരു ഒറ്റപ്പെടൽ വരും. 3-ഉം 4-ാം ഭാവവും കാരകനും ഭാവാധിപനും 3-ഉം ഒരുപോലെ പോയാൽ ജീവിതത്തിൽ അമ്മയിൽ നിന്നുള്ള ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അമ്മ നിമിത്തം അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ 8-ലൊക്കെ പോയാൽ, 4-ാം ഭാവാധിപൻ 6-ൽ പോയാൽ, 4-ാം ഭാവാധിപൻ 12-ൽ പോയി, പ്രത്യേകിച്ച് 8-ലൊക്കെ പോയാൽ ഞാൻ 4-ാം ഭാവാധിപൻ 8-ലെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പൂർവ്വജന്മത്തിൽ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള ശാപതാപങ്ങളുടെ ഫല. 4-ാം ഭാവാധിപൻ 8-ൽ പോവുക, അമാവാസിയോടടുപ്പിച്ച് ജനിക്കുക, അതേപോലെ 4-ാം ഭാവത്തിൽ കുജനോ കേതുവോ, അല്ലെങ്കിൽ 4-ാം ഭാവത്തിൽ സർപ്പമോ, അല്ലെങ്കിൽ 4-ാം ഭാവത്തിൽ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുക, നീചനായിട്ടൊരു ഗ്രഹം നിൽക്കുക, ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർത്ത് വരുമ്പം ആലോചിച്ചോണം, എനിക്ക് പൂർവ്വജന്മത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ശാപതാപങ്ങളുടെ ഫലമായിട്ട് അതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ഈശ്വരനെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ ലോകത്തെ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അമ്മ എന്നുള്ളത്. ശ്രീമാത എന്നാണ് ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയിലെ മാതൃത്വം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷേ മുന്നോട്ട് പോകുമ്പം ആസുരികമായിട്ടുള്ള മനുഷ്യരുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്. സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ച് കൊല്ലുന്ന, സ്വന്തം കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്ന, മോനെന്ന് വിളിക്കുന്നവർക്ക് അവരെ ചതിക്കുന്ന, അപ്പം അങ്ങനെ ഒരുപാട് പേര് മാതൃത്വം കാണിച്ച് പലരെയും ചൂഷണം ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. അമ്മ എന്ന് പറയുന്ന ആ സങ്കല്പത്തെ പൂർണ്ണമായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരൊരു മനുഷ്യരാണെന്നും അവർക്ക് ഉള്ള കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന കാട്ടിൽ ആനകൾ നന്നായിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്താണ്. അതുപോലെ തന്നെ പുലികളൊക്കെയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇവിടെ ഇട്ടിരിക്കുന്ന ഫെൻസിലെല്ലാം എർത്താവും. അപ്പം അത്രയും ഉള്ള സ്ഥലമാണ്. അപ്പം ആനകൾ പ്രകൃതിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ആനയെ ഇഷ്ടമുള്ള ഒരാൾ കാട്ടാനയുടെ വായിക്കാത്തോട്ട് പോയി കയറി കൊടുക്കരുത്. നമുക്ക് കാണാം, നമുക്ക് സ്നേഹിക്കാം എന്നുള്ളൂ. പക്ഷേ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമുക്ക് പെരുമാറാൻ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻസ്, അമ്മയായാലും ഭാര്യയായാലും മകളായാലും ഭർത്താവായാലും സുഹൃത്തുക്കളായാലും ഒക്കെ, അവരെ കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെയും നശിപ്പിക്കാത്ത രീതിയിൽ വേണം ബന്ധങ്ങൾ കൊണ്ടുപോകാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് മാതൃത്വം എന്ന് പറയുന്നത്.
ഭഗവതിയെ അതുകൊണ്ടാണ് അമ്മയായി കാണുന്നത്. ഈശ്വരനെ അമ്മയായി കാണുന്ന ഒരവസ്ഥ. ഈശ്വരനെയും ചുറ്റുപാടുകളുള്ള എല്ലാത്തിനെയും പ്രകൃതിയായി അമ്മയായും ഒക്കെ കാണുന്ന നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല കുഞ്ഞുങ്ങളെ കാണുമ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നന്നായിട്ട് ഈ കുട്ടികളെ വാർത്തെടുത്തതിൽ അവർ അമ്മമാരുടെ പങ്ക് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് തന്ത്രത്തിൻ്റെയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ പ്രായത്തിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അത് മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്. പക്ഷേ അവർക്ക് അവരുടെ അമ്മ എത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തോടെ നന്മ ചെയ്യാൻ. അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളായിരിക്കും കേട്ടോ പലപ്പോഴും നന്മയുള്ളൊരു മനസ്സും വലിയ വലിയ ജോലിയും വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട നല്ല അമ്മയാണെങ്കിൽ അതിനും ഹ്യൂമാനിറ്റിയാണ്, ഒരു ധർമ്മബോധമാണ്, അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മക്കളായിട്ടൊക്കെ ജനിച്ച് ഞാൻ കണ്ടിട്ടുള്ള പലരെയും അവരുടെ ജാതകങ്ങൾ ഞാൻ പരിശോധിക്കും. മിക്കപ്പോഴും ഞാൻ കാണുന്നത് 4 ശുക്രൻ, 4 വ്യാഴം, ചന്ദ്രൻ്റെ ബലം, അപ്പോൾ പൗർണമിക്കൊക്കെ ആയിരിക്കും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു സന്തോഷവും തോന്നും നമുക്ക്. ഇതൊക്കെ ഒരു പഠനമായിട്ട് പറഞ്ഞതാണ്. ജാതകനും അമ്മയും തമ്മിലുള്ള ബന്ധം 4-ാം ഭാവം കൊണ്ട് പറയണമെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, എൻ്റെ ചിന്തയിലേ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഇത് കാണാൻ പോയ സമയത്ത് ഞാൻ 1-2 കാര്യങ്ങൾ കാണുകയും അവിടുത്തെ എനിക്ക് 1-2 അനുഭവങ്ങൾ വരികയൊക്കെ ചെയ്തപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ആ കുലദേവതയും അവരെല്ലാവരും തമ്മിലുള്ള സ്നേഹവും അവിടെ പ്രായമുള്ളവരെ അവർ ബഹുമാനിക്കുന്ന രീതിയും എല്ലാം എപ്പോഴും ഒരു ചിരിച്ച മുഖമാണ്. മിക്ക ആൾക്കാരും മുറുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചിരിച്ച മുഖവും ആ മാതൃത്വവും നല്ല വെള്ളവും നല്ല ഭക്ഷണവും നല്ല ഫുഡും നല്ല കാറ്റും നല്ല വായുവും ചുറ്റുപാടുകളും എല്ലാം ആ ഒരു ഐശ്വര്യം കണ്ടപ്പം ഹോം ലാൻഡിനെ കുറിച്ച് പറയുന്ന, പരദേവതയെക്കുറിച്ച് പറയുന്ന, കുടുംബത്തെക്കുറിച്ച് പറയുന്ന, അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഈ വിഷയം ചെയ്തത്. ഒരുപാട് പരിമിതികളുണ്ടാവും, കാരണം പ്ലാനിങ് ഒന്നും ഇല്ലാതെ ചെയ്ത ഒരു വീഡിയോ ആണ്. എന്നിരുന്നാൽ തന്നെയും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഭയം ഉണ്ടാവും ചില സ്ത്രീകൾക്ക്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവനും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവരുടെ 4-ാം ഭാവവും ഈ ഞാൻ മുമ്പേ പറഞ്ഞ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 4-ാം ഭാവാധിപൻ ചന്ദ്രൻ എന്നിവരുടെ ബലം നോക്കിയിട്ട് അത് തീരുമാനിക്കുകയും ചെയ്യാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം കേട്ടോ. അതായത് 4-ാം ഭാവം, കുടുംബം, പരദേവത, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയോടെ നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടി കൂടിയാണ്. ആരാധനയോടൊപ്പം തന്നെ ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു നമ്മളെ ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും എല്ലാവരുടെ ഒരു കൂട്ടായ്മയ്ക്കും ആ ഒരു കംഫോർട്ടിനും ആ ഒരു കെയർ ഗീവേഴ്സിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു അടുപ്പത്തിനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് പൂർവികർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. 4-ാം ഭാവത്തിനുള്ള ദോഷങ്ങൾക്കുള്ള ഒരു പരിഹാരം അതാവുകയും ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായിട്ട് കാണുന്ന വരെ നമസ്കാരം.